പണമുണ്ട്, ഇത്തരത്തിലുള്ള കുബുദ്ധികളും ഇവരുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ്. ഇവരാരും രാജ്യത്തെ എന്തെങ്കിലും ഒരു ഒരു ചർച്ച വരുമ്പോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിലൊന്നും അഭിപ്രായം പറയാൻ ഇവരെ ആരെയും കിട്ടില്ല. ഇവരൊക്കെ വളരെ സേഫായിട്ട് സംസാരിക്കുകയും വാ തുറക്കണമെങ്കിൽ സേഫായിട്ട് മാത്രം വാ തുറക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നോക്കണം. ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും ആമിർ ഖാന്റെ ഭാര്യമാരായിട്ടുള്ള അല്ലെങ്കിൽ ആമിർ ഖാൻ മുൻ വിവാഹം ചെയ്തിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് വലിയ സുന്ദരികളായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ ആമിർ ഖാനുമായിട്ട് വിവാഹം ചെയ്യുമ്പോഴേക്കോ ഞാൻ കല്യാണം കഴിക്കേണ്ട എന്ന് കരുതുന്ന ഒരാളുകള്, അവർക്കുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള നടപടികൾ വേണമെന്നാണ് പറയുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും കോടതികളും ഒക്കെ ആമിർ ഖാനെതിരെ നടപടി എടുക്കണം. ഞാനിപ്പോ അതന്നെയാ പറയുന്നത്, നടപടി എടുക്കണം അല്ലെ. ഇങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം റീനാദത്തെ വിവാഹം ചെയ്തു, പിന്നീട് അത് ഡിവോഴ്സ്ഡ് ആയി, പിന്നീട് ഈ പറയുന്ന കിരൺ റാവുവിനെ വിവാഹം ചെയ്തു, ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഗൗരിയെ വിവാഹം ചെയ്യുന്നു. ഇവരൊക്കെ ആയിട്ട് സംഭവം വിവാഹം ചെയ്ത് ഡിവോഴ്സ് ആയാലും ഇവരൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങള് ആമിർ ഖാൻ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. 1986 ആദ്യം റീനാദത്തെ വിവാഹം ചെയ്യുന്നത്. 2002 അത് ഡിവോഴ്സ്ഡ് ആയി. 2005 കിരൺ റാവുവിനെ വിവാഹം ചെയ്തു. 2021 അത് ഡിവോഴ്സ്ഡ് ആയി. 2026 ഇപ്പൊ ഈ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവാഹവും നടന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇതിനൊക്കെ എന്താ റീസൺ? ഇതിനൊന്നും യാതൊരുവിധ, ഞാൻ പറയുന്നത് ഇപ്പൊ ഏത് മതത്തിൽ പേരുകൊണ്ട് ഏത് മതത്തിൽ വിശ്വാസിയാണ് അല്ലെങ്കിൽ ഏത് മതത്തിൽ പെടുന്നു എന്നുള്ളതല്ല. ഇവരൊക്കെ എന്ന് പറയുന്നത് അതൊരു മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. പണത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. പണം കൊണ്ട് എന്തും വാങ്ങാൻ കഴിയും, എന്തും നേടാൻ കഴിയും എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിനെയൊക്കെ ഇങ്ങനെ ഈ പറയുന്ന വിശ്വാസവുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായില്ലേ? ഒരു അങ്ങനെ ധാർമ്മികത അല്ലെങ്കിൽ ലോജിക്ക് അല്ലെങ്കിൽ മര്യാദ മാന്യത എന്നൊക്കെ പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു 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 സ്പെഷ്യൽ വർഗമാണ്. അതിപ്പോ ഈ പറയുന്ന സിനിമാ മേഖല, ഇപ്പൊ ഹോളിവുഡ് ആവട്ടെ ബോളിവുഡ് ആവട്ടെ എന്ത് മേഖലയാണെങ്കിലും അത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ